ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയണത്. കാരണം എല്ലാ പിള്ളേർക്കും ഒരു ചിന്തയുണ്ട്, രാത്രി 10 മണിക്ക് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും തങ്ങളുടെ മനസ്സിലിരിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ ഓർമ്മശക്തിയിൽ ഉണ്ടാകും എന്നുള്ളത് അവരുടെ ഒരു ചിന്താ രീതിയാണ്. പക്ഷേ നമ്മളും പലപ്പോഴും അവരോട് അവർ പഠിക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അവർക്ക് കാപ്പിയൊക്കെ തിളപ്പിച്ച് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരെ പിടിച്ചിരുത്താണ് ചെയ്യണത്. അവരിരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ, പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഞാനിവിടെ ആദ്യം ഒക്കെ ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വേറെ ജോലികളുള്ളത് കൊണ്ട് ഒന്നിച്ചിരുന്ന് പഠിക്കട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി, എൻ്റെ മക്കൾ പഠിച്ചിട്ട് അത് ബ്രെയിനിൽ ഒരിക്കലും നിൽക്കില്ല. കാരണം പകൽ മുഴുവൻ അവർ ക്ലാസ്സിൽ പോയിരുന്ന് കഷ്ടപ്പെട്ട് വരുന്ന കുട്ടികളായിരിക്കാം. അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. എൻ്റെ മക്കൾ ട്യൂഷനൊന്നും പോകുന്നില്ല. ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. വീണ്ടും അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് വീണ്ടും അവർ എന്താ ചെയ്യണേ, രാത്രികളിലാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല. 12 മണിയും 1 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആ സമയത്ത് പഠിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. പക്ഷെ ചില കുട്ടികൾ പറയാറുണ്ട്, ഇല്ല ഞങ്ങൾക്ക് ആ സമയത്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല, ഒരിക്കലല്ല. നിങ്ങൾ മുന്നേ പഠിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അത് വായനയിലേക്ക് മാത്രമേ വരുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അതൊരു ഓർമ്മയിൽ നിൽക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ആ സമയങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ബ്രെയിനിൽ കിട്ടില്ല. കാരണം ബ്രെയിൻ ഉറങ്ങേണ്ട ഒരു സമയമുണ്ട്, ബ്രെയിനിന് റെസ്റ്റ് കിട്ടേണ്ട ഒരു സമയമുണ്ട്. ആ സമയം നമ്മൾ അത് ബ്രെയിനിന് ഉള്ള സമയമായതുകൊണ്ട് അത് മാറ്റി വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ സ്പെൻഡ് ചെയ്ത് വെക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. രാത്രികളിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ ഓർമ്മയിലിരിക്കും. ഞാനൊക്കെ പണ്ടിതുപോലെ, എനിക്കറിയില്ല. കാരണം വീട്ടിൽ എന്താ പറയുക, അന്നൊക്കെ മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്ന് 5 പേര് പഠിക്കുന്ന സമയത്ത് മിക്കവാറും തല്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങി കഴിയട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് ഞാനിരിക്കും. ഞാൻ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്നിട്ട് ആ പുകയും ശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയണ പോലെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ദിവസങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ ഇടുമ്പം മിക്കവാറും ഞാൻ ആഗ്രഹിച്ചിട്ടാണ് എഴുതുന്നത്, പക്ഷെ ഒന്നും എൻ്റെ ഓർമ്മയിലേക്ക് വരില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തും അത് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, മറന്നു പോകുന്നത്. ഒരു 10 മണി മുതൽ 4 മണി വരെ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. ഈ സമയത്ത് ശരിക്കും നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് കൊടുത്ത് നമ്മൾ അന്ന് പകൽ മുഴുവൻ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ബ്രെയിനിൽ നിലനിർത്താനായിട്ട് സാധിക്കും. 10 മണി മുതൽ 4 മണി വരെ എന്നുള്ള സമയം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് ഉറങ്ങുന്നൊരു സമയമാണ്. ആ സമയത്ത് കുട്ടികൾ ഉറങ്ങാൻ തന്നെ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചോ. ഇതുവരെ ശീലമില്ലാത്തവർ ഒന്ന് ശീലിച്ച് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 4 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 8 മണിക്കാണ് ക്ലാസ്സിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ രാത്രി ഇരുന്ന് കഷ്ടപ്പെടുന്നത് തന്നെ ആ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൂടുതൽ എത്തിക്കാനായിട്ടും അതുപോലെ തന്നെ വീണ്ടും അത് ഓർത്തെടുക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ച് നോക്കുക. താങ്ക് യു.